ഇങ്ങനെ 2 കൊല്ലം കൊണ്ട് അതാ ആ കുട്ടി മുല കുടിക്കുന്ന സമയത്ത് നിന്റെ ഉമ്മ പ്രയാസപ്പെട്ട വിഷയം നീ ചിന്തിക്കേണ്ടതില്ലേ? ഇതാണ് അല്ലാഹു പറയുന്നത്, അനിഷ്കുറുലീ, നമ്മൾ വസിയ്യത്ത് ചെയ്തിരിക്കുന്നു, എനിക്ക് നന്ദി ചെയ്യണം. വലിവാലിദൈ, നിങ്ങളുടെ ഉമ്മ ബാപ്പമാർക്ക് നന്ദി ചെയ്യണം. ഇലയ്യൽ മസീർ, എന്നിലേക്കാണ് നിങ്ങളെ മടക്കം. നിങ്ങൾ ഓർക്കണം സുഹൃത്തുക്കളെ, അതാ ഗർഭിണിയുടെ പ്രയാസം എത്രയാണ് അതല്ല പ്രത്യേകം പറഞ്ഞു. പിന്നെ പറഞ്ഞു ഫിസാലുഹു ഫീ ആമൈൻ. സുബ്ഹാനല്ലാഹ്, നിന്റെ കാഷ്ടവും മൂത്രവുമൊക്കെ ആ ചോറ് തിന്നുന്ന വലത്തെ കയ്യില്, ഇടത്തെ കയ്യില്, മടിയില്, ചിലപ്പോ മുഖത്ത്, ചിലപ്പോ നെഞ്ഞത്ത്, ചിലപ്പോ കയ്യില് ഒക്കെയും ആ ഉമ്മ പേറിയ സമയം മറന്നുപോയോ ചെറുപ്പക്കാരോ? ആ ഉമ്മയുടെ മുലയെടുത്ത് നിന്റെ തൊള്ളയിൽ, നിന്റെ വായയിലിട്ട് നിന്നെ കൊണ്ട് താരാട്ട് മേടിച്ച് നിന്നെ ഉറക്കിയ സമയം മറന്നുപോയോ? അതൊരു വല്ലാത്ത സമയമല്ലേ? ആ ഉമ്മയെ മറന്നുകൂടലി. ഉമ്മീക ഹഖ്ഖുൻ ലൗ അലിംത കബീറു കസീറുക യാ ഹാദാ ലദൈഹി യസീറു. മോനെ, നീ ഉമ്മാക്ക് അങ്ങനെ ചെയ്തു കൊടുത്തു, ഉമ്മാക്ക് ഇങ്ങനെ ചെയ്തു കൊടുത്തു, ഉമ്മാനെ ഞാൻ ആശുപത്രിയിൽ എത്തിച്ചു, ഉമ്മാന്റെ തുണി എന്റെ ഭാര്യ അലക്കി കൊടുത്തു, ഉമ്മാക്ക് എന്റെ ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു എന്നൊന്നും ഹുങ്ക് പറയാൻ പോകണ്ട. നീ മനസ്സിലാക്കണം. ഫകം ലൈലതൻ ബാതത് ബിസഖലിക തസ്തകീ ലഹാ മിൻ ഇറാനത്തുൻ വസഫീറു. ആ ഉമ്മ എത്ര ദിവസമാണ് നരക്കവും മൂളലുമായി നിന്നെയും ചുമന്ന് നടന്നതെന്നറിയോ? എത്ര വേദന സഹിച്ചതെന്നറിയോ? വകം വാസലത് അൻകൽ അദാബി യമീനിഹാ വമാ ഹിജ്റുഹാ ഇല്ലാ ലദൈക സരീറു. നിന്റെ കട്ടിൽ ആ ഉമ്മയുടെ മടിയായിരുന്നില്ലേ? അവളുടെ വലങ്കൈ കൊണ്ട് നിന്റെ എല്ലാ മാലിന്യവും അവൾ കഴുകി വൃത്തിയാക്കിയില്ലേ? وتريك مما تستكي بنفسها ومن ثديها شرب لديك نمير. നിനക്കതാ ഉമ്മ സ്നേഹത്തോടെ മുലയെടുത്ത് നിന്റെ വായിൽ വെച്ച് തന്നില്ലേ? അവൾക്ക് എന്ത് രോഗമുണ്ടെങ്കിലും ആ പനിയോടെ, തലവേദനയോടെ, അതേ മറ്റു രോഗത്തോട് കുട്ടിയായ സമയത്ത് പാവപ്പെട്ട എന്നെയും നിങ്ങളെയും ഉമ്മമാരെടുത്ത് നെഞ്ഞത്തേക്ക് കൂട്ടിവെച്ചില്ലേ? ഉമ്മ താരാട്ട് പാടിയില്ലേ? പനിച്ച് വിറക്കുമ്പോഴും കുഞ്ഞിനെ എടുത്ത് ചുംബിച്ചില്ലേ? وكم مرة جاءت وأتيتك وأعطتك قوتها. അവൾ കഴിക്കുന്ന ഭക്ഷണം നിനക്ക് തന്നില്ലേ? സുബ്ഹാനല്ലാഹ്. അതേ, അടുത്ത് വന്നിട്ട് 3 ഈത്തപ്പഴം കൊടുത്ത് 2 കുട്ടികളെയും കൂട്ടി വന്നപ്പോ 3 ഈത്തപ്പഴം കൊടുത്തു. 1 ഈത്തപ്പഴം ഒരു മകന്റെ കയ്യിൽ കൊടുത്തു, 1 ഈത്തപ്പഴം മറ്റൊരു മകന്റെ കയ്യിൽ കൊടുത്തു. 3ാമത്തെ ഈത്തപ്പഴം സ്വന്തം എടുക്കാൻ നോക്കുമ്പോ 2 കുട്ടികളെ കരയുന്നത് കണ്ടപ്പോ അതാ 2 കഷ്ണമാക്കി ഓരോന്നും അതാ ഓരോ കുട്ടിയുടെ കയ്യിലേക്ക് കൊടുത്തു. അങ്ങനെയല്ലേ ഉമ്മയുടെ ജീവിതം. ഉമ്മാനോടുള്ള കടപ്പാട് മറന്നു പോകുന്ന മനുഷ്യ, നിന്നെ പോലെ ഉൾക്കാഴ്ചയില്ലാത്തവനുണ്ടോ? സുബ്ഹാനല്ലാഹ്, നിന്നെ പോലെ ഉൾക്കാഴ്ചയില്ലാത്തവനുണ്ടോ? സ്വന്തം കിട്ടിയ കാരക്ക അല്ലെങ്കിൽ ഈത്തപ്പഴം അത് 2 കഷ്ണമാക്കി ഓരോന്നോരോ പെൺകുട്ടികൾക്ക് കൊടുക്കുകയാണ്. അവർക്ക് ഓരോന്നാദ്യം കൊടുത്തതുണ്ട്, സ്വന്തം കിട്ടിയതും അവർ കരഞ്ഞപ്പോൾ കൊടുക്കുകയാണ്. ഫദൂനക ഫർവബ് ഫീ യമീമി ദുആഇഹാ ഫഅൻത ലാ തദ്ഉ ബിഹി ലഫഖീറു. മുസ്ലിം ചെറുപ്പക്കാരെ, പെൺകുട്ടികളെ, കല്യാണം കഴിച്ചാൽ
പിന്നെ ഉമ്മ എനിക്കെതിരാണോ എന്ന് ഉമ്മാനെ സംശയിക്കുന്ന രംഗത്തേക്ക് അതപ്പതിച്ചു പോകാതെ, ഉമ്മാനെ സംബന്ധിച്ച് തെറ്റിദ്ധരിക്കാതെ, അതുപോലെ ഉമ്മാനെ സംബന്ധിച്ച് അവഗണിക്കാതെ ആലോചിച്ചോ. ഉമ്മാന്റെ ദുആക്ക് നീ ആവശ്യക്കാരനാണ്. ഉമ്മാന്റെ ദുആ ഇല്ലെങ്കിൽ നിനക്ക് രക്ഷയില്ല. അതുകൊണ്ട് ഉമ്മാന്റെ സർവ്വ പ്രാർത്ഥനകളിലും എന്റെ മകൻ എന്ന നിലയ്ക്ക് സ്നേഹത്തോടെയുള്ള ദുആ സമ്പാദിച്ചോ. ആ ഉമ്മയെ കൊണ്ടുപോയി വൃദ്ധസദനത്തിലേക്ക് നീ കണ്ട, ബാപ്പനെ കൊണ്ടുപോയി വൃദ്ധസദനത്തിലേക്ക് നീ കണ്ട, നീ അവർക്കെടുക്കുന്ന ഖിദ്മത്തിന്റെ വകയിലായിരിക്കും അവരെ ഒരു ദുആ നിനക്ക് ലഭിക്കുന്നത്. എത്രത്തോളം മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ തന്നെ പറഞ്ഞില്ലേ,